നമ്മൾ കൃഷ്ണൻ പറയുന്നത് മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് നിങ്ങളുടെ സകല മാനസിക പ്രശ്നങ്ങളിൽ നിന്നും പാപത്തിൽ നിന്നും മുക്തരാവാം. അതാണ് കൃഷ്ണൻ പറഞ്ഞ വ്രജനം സന്തരിഷ്യസി. നിങ്ങൾക്ക് സകല പാപങ്ങളിൽ നിന്നും സ്വയം പുറത്തു കടക്കാം, സ്വയം നിങ്ങളെ മാറ്റിയെടുക്കാം. ഇത് പറയുമ്പോൾ പാപം എന്നൊരു വാക്ക് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പാപം എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ ഒരു ചെയ്യാൻ പാടില്ലാത്തത്, സംഭവിക്കാൻ പാടില്ലാത്തത് ചെയ്തു പോയതിലുള്ള, സംഭവിച്ചു പോയതിലുള്ള വല്ലാത്ത കുറ്റബോധം, നമ്മളെ വേട്ടയാടുന്ന കുറ്റബോധം. ഇപ്പൊ മനുഷ്യനെ വേട്ടയാടുന്ന വലിയ ഒരു പശ്ചാത്താപം, വേദന, ചെയ്യാൻ പാടില്ലാത്തൊരു അപരാധം ചെയ്തതിലുള്ള അങ്ങേയറ്റത്തെ റിഗ്രറ്റ് എന്ന് പറയുന്ന മാനസികാവസ്ഥ. അപ്പൊ മനസ്സങ്ങനെ ഒരു ചെയ്യാൻ പാടില്ലായിരുന്നു, ഞാൻ അത്ര പറയാൻ പാടില്ല, ഞാൻ ഇങ്ങനെ ചെയ്യാൻ പാടില്ല, ഞാൻ ഇങ്ങനെ എന്തിനാണ് ഞാനത് ചെയ്തതെന്നുള്ള ഒരു ഇങ്ങനെ നിരന്തരമായ മാനസികമായ ഓർമ്മപ്പെടുത്തൽ, അതിങ്ങനെ അയവിറക്കി താൻ ചെയ്യാൻ പാടില്ലാത്ത എന്തോ ചെയ്തു എന്ന ഒരു വലിയ കുറ്റബോധം മനുഷ്യന്റെ ഉള്ളിൽ ഉണ്ടെങ്കിൽ അത് പാപമാണ്. ഈ ചെയ്യാൻ പാടില്ലാത്ത ചെയ്യുക എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കുക എന്തൊക്കെയാണ് ചെയ്യാൻ പാടില്ലാത്തത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാലം, സമയം. അതായത് നമ്മുടെ ജീവിതത്തിൽ വളരെ അലസമായി, ഒരു കൃത്യനിഷ്ഠയില്ലാതെ വളരെ വൈകി എണീറ്റ് ജീവിതത്തിൽ നല്ലൊരു സമയം നമ്മൾ അങ്ങനെ ഉറക്കത്തിനും മറ്റും വേണ്ടി ചെലവഴിച്ച് അതാണ് സുഖകരമായ ജീവിതം എന്ന് തെറ്റിദ്ധരിക്കുമ്പോഴാണ് വലിയ കുറ്റബോധം നമ്മളെ വേട്ടയാടുക. എന്താന്ന് വെച്ചാൽ സമയം മുഴുവൻ കളഞ്ഞു കുളിച്ചതുള്ള കുറ്റബോധം, വേണ്ട പോലെ സമയത്തെ പ്രയോജനപ്പെടുത്താത്തുള്ള കുറ്റബോധം, അലസനായി ജീവിച്ചതിലുള്ള കുറ്റബോധം, പിന്നീട് അതിൽ നിന്ന് പുറത്ത് കടക്കാൻ പറ്റാത്തൊരു കുറ്റബോധം. നന്നാവണം എന്നുണ്ട്, പക്ഷെ നന്നാവാൻ തോന്നുന്നില്ല, അല്ലെങ്കിൽ നന്നാവാൻ പറ്റുന്നില്ല. ഒരു ഐസ് ബ്രേക്ക് എന്ന് പറയില്ലേ, നമുക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റുന്നില്ല. വി ആർ നോട്ട് ഏബിൾ ടു കം ഔട്ട്. നമുക്ക് അതിൽ നിന്ന് പുറത്ത് കടക്കാൻ പറ്റാത്ത അവസ്ഥ. ചിലവർക്കാണെങ്കിലോ കുറ്റബോധം എന്ന് പറയുന്നത് അവരുടെ സമയത്തെ അവർ ദുർവിനിയോഗം ചെയ്തു. അവരുടെ സമയം കുറേ സമയം ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി അവർ ചെലവഴിച്ചു. അത് രാഷ്ട്രീയമായിരിക്കാം, ചിലവർക്ക് അനാവശ്യമായ മൊബൈൽ ഉപയോഗങ്ങളായിരിക്കാം, ചിലർക്ക് അനാവശ്യമായ പ്രേമകാര്യങ്ങളായിരിക്കാം, ചിലർക്ക് അനാവശ്യമായിട്ടുള്ള കൂട്ടുകെട്ടുകളായിരിക്കാം. അങ്ങനെ പലതിനും വേണ്ടി നമ്മുടെ സമയത്തെ, നല്ല സമയത്തെ നമ്മൾ ദുർവിനിയോഗം ചെയ്ത് അങ്ങനെ അതിൽ കുറ്റബോധം, അയ്യോ ഞാൻ അങ്ങനെ എൻ്റെ സമയം നശിപ്പിക്കരുത്, നീ വേണ്ടാത്ത കൂട്ടുകെട്ടിൽപ്പെട്ട് വേണ്ടാത്ത കമ്പനിയിൽ ചേർന്ന് ഞാൻ എങ്ങോ എത്താതെയായി പോയി എന്നുള്ള കുറ്റബോധം. സമയം നമ്മൾ ദുർവിനിയോഗം ചെയ്തുള്ള കുറ്റബോധം, വേണ്ട പോലെ അത് ഉപയോഗിക്കാത്തുള്ള കുറ്റബോധം. ഇനി വേറെ ചില